ഹലോ, ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് നിങ്ങൾക്കറിയോ? ഞാൻ നമ്മുടെ ബഹ്റൈനിലെ ട്രീ ഓഫ് ലൈഫിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയാലോ? ഇപ്പം ഞാൻ പറഞ്ഞ പേര് തന്നെയുണ്ട്, ട്രീ ഓഫ് ലൈഫിൽ തന്നെയുണ്ട്. ഇവിടുത്തെ പ്രത്യേകത നമ്മുടെ ട്രീ തന്നെയാണ്. നമുക്കൊന്ന് പോയി കണ്ടാലോ? നല്ല കാറ്റ്. ഇപ്പോൾ സമയം ഇവിടെ ഒരു 5 മണി ആയിട്ടുണ്ട്. ഈ 5 മണിയായിട്ടും നല്ല വെയിലും നല്ല കാറ്റും ഒക്കെയാണ്. കണ്ടോ? നമുക്കൊന്ന് പോയി കാണാം. ദേ കാണുന്നുണ്ടോ, അതാണ് ട്രീ. ഈ ട്രീയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 140 വർഷത്തേക്കാൾ പ്രായമുണ്ട് ഈ ട്രീക്ക്. ദേ കണ്ടോ, ദേ ഇതിലെയാണ് അങ്ങോട്ട് കയറി പോകേണ്ടത്. നമുക്ക് ഈ ട്രീ അടുത്ത് ചെന്നൊന്ന് കണ്ടാലോ? ദേ കണ്ടോ, അപ്പോൾ അടുത്ത് ചെയ്യുന്നു. അവിടെ ഇപ്പോഴും സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. ഇതേ കണ്ടോ, സെക്യൂരിറ്റി നിൽക്കുന്നത്, അങ്ങോട്ട് പാസ് ചെയ്ത് വിടത്തില്ല. പക്ഷെ ഞാൻ 2 വർഷത്തിന് മുന്നേ പോയപ്പോൾ ഉണ്ടല്ലോ, ആ ട്രീയിൽ മറ്റേ ഇവിടെ ഒരു വേലി പോലെ വെച്ചേക്കുന്നില്ല, അതില്ലായിരുന്നു കേട്ടോ. അപ്പം ആ ട്രീയിൽ കയറിയിരുന്ന് ഞങ്ങൾ ആ ട്രീയിൽ കയറിയിട്ടുണ്ട്, അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്, അങ്ങനെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നപ്പോഴാണ് അവിടെ സെക്യൂരിറ്റി ഇരിക്കുന്നത് കണ്ടതും അവിടെ ആ ട്രീയുടെ അങ്ങോട്ട് പോവാണ്ട് ഇങ്ങനെ വെച്ചേക്കുന്നത് കണ്ടതും ഇപ്പോഴാട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ പ്രത്യേകത ഈ മരത്തിന് എന്താ പറയുന്നത്, ഈ ട്രീക്ക് എങ്ങനെ വെള്ളം വരുന്നു ഒന്നും അറിയുന്നില്ല, ഒരു സംഭവം അറിയുന്നില്ല. ആ ഒരു മരുഭൂമിയിൽ ഒന്നുമില്ല, ഈ ഒരു ട്രീ മാത്രമേ ഉള്ളൂ. അതോ വൈകുന്നേരം ഒരു 6 മണിയാകുമ്പം ചെന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നല്ല ചൂടുണ്ട്, അതിനനുസരിച്ചുള്ള കാറ്റുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് ഒരു സ്ലോ മോഷൻ വീഡിയോ ഒക്കെ എടുത്തു. ട്രീയുടെ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല, എന്നാലും ആ സൈഡിൽ നിന്നെങ്കിലും നമുക്ക് എടുക്കാമല്ലോ. നമുക്ക് എവിടെ പോയാലും നമുക്കൊരു സ്ലോ മോഷൻ ഉണ്ടല്ലോ. പിന്നെ ഈ ട്രീയുടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡിൽ നിന്ന് കാര്യമില്ല, പറഞ്ഞ് കുറേ ഫോട്ടോഷൂട്ട് ഞാനെടുത്തു. ഫോട്ടോഷൂട്ട് എടുക്കുന്നതിന് കാര്യം പ്രത്യേകിച്ച് പറയുന്നു പാടില്ല, ഇഷ്ടം പോലെ ഫോട്ടോഷൂട്ട് എടുത്തു. ഇവിടുന്ന് എന്തോരം ആൾക്കാരെ വരുന്നതെന്നറിയോ ഈ ഒരു ട്രീ കാണാൻ. കാരണം ഒരു അത്ഭുതം എന്ന് പറയത്തില്ലേ, അതാണ് ഈ ട്രീ. വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മരുഭൂമിയിൽ വേറൊരു ചെടി തൊട്ടോ ഒരു മരം തൊട്ടോ ഒന്നുമില്ല, ചുമ്മാ പ്ലെയിനായിട്ട് കിടക്കുക, നിങ്ങൾ കണ്ടില്ലേ. പിന്നെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിൽ സഹിക്കാൻ വയ്യ. ഞാൻ ഓടുന്ന രംഗമായിട്ടാണ് ഈ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിൽ, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, നല്ല പൊള്ളുന്ന വെയിൽ, സ്കിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന പോലെ തോന്നുക. അത് കാരണം ഞാൻ ഓടുക. വീഡിയോ ഇഷ്ടമാണ്.